ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് +1 ബിസിനസ് ചാപ്റ്റർ 11 ഇൻ്റർനാഷണൽ ബിസിനസ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. ഇതിന് മുന്നുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് വരുന്നത് 8 ആണ്. സോ അതനുസരിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഡൊമസ്റ്റിക് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ബയ്യറും സെല്ലറും എന്ന് പറയുന്നത് ഒരേ കൺട്രിയിലെ ആളുകളായിരിക്കും. ഇൻ്റർനാഷണൽ ബിസിനസ് ആകുമ്പോൾ ഡിഫറെൻറ്റ് കൺട്രീസിലെ ആയിരിക്കും ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ദെൻ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള, അതായത് സപ്ലയേഴ്സ്, എംപ്ലോയീസ്, മിഡിൽമെൻ എല്ലാവരും ഒരേ കൺട്രിയിലേതായിരിക്കും. ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ ഡിഫറെൻറ്റ് കൺട്രീസിലേതായിരിക്കും. ദെൻ ഇവിടെ എന്ന് പറയുമ്പോൾ വിത്തിൻ ദ കൺട്രി നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലേബർ, ക്യാപിറ്റലൊക്കെ മൂവ് ചെയ്യാൻ ഉള്ള ആ മൊബിലിറ്റിയുടെ ഡിഗ്രി ഹൈ ആയിരിക്കും. ബട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യാനുള്ള ആ ഒരു മൊബിലിറ്റി കുറവായിരിക്കും. ദെൻ അക്കൗണ്ട്സ് എല്ലാം നാഷണൽ കറൻസിയിലാണ് ഡൊമസ്റ്റിക് ബിസിനസ്സിൽ സെറ്റിൽ ചെയ്യുന്നത്. ബട്ട് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഫോറിൻ കറൻസിയിലായിരിക്കും അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യുന്നത്. ദെൻ എന്താണ്, ഡൊമസ്റ്റിക് ബിസിനസ്സിൽ ഒരു കൺട്രിയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രം ഫോളോ ചെയ്താൽ മതി. ബട്ട് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഡിഫറെൻറ്റ് കൺട്രീസിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. ദെൻ ഡൊമസ്റ്റിക് ബിസിനസ്സിൽ ഡൊമസ്റ്റിക് കൺട്രിയിലെ കറൻസിയാണ് യൂസ് ചെയ്യുക. ബട്ട് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഒന്നിലധികം രാജ്യങ്ങളുടെ കറൻസീസ് യൂസ് ചെയ്യും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇൻ്റർനാഷണൽ ബിസിനസ്. എങ്ങനെയൊക്കെ നമുക്ക് ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് ചെല്ലാം എന്നുള്ളതാണ്, ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് ഇറങ്ങി ചെല്ലാം എന്നുള്ളത്. ഒന്ന് എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിങ്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഹോം കൺട്രിയിൽ നിന്ന് ഫോറിൻ കൺട്രിയിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണ്, ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഏർപ്പെടാണ് അല്ലേ. ദെൻ ഇമ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫോറിൻ കൺട്രിയിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മുടെ രാജ്യത്തേക്ക്, നമ്മുടെ രാജ്യത്തെ യൂസിന്, ഡൊമസ്റ്റിക് യൂസിന് വേണ്ടി ഇറക്കുമതി ചെയ്യുന്നു. ദെൻ കോൺട്രാക്റ്റ് മാനുഫാക്ചറിങ് ഉണ്ട്. കോൺട്രാക്റ്റ് മാനുഫാക്ചറിങ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് ആണ്. ഇവിടെ ഫേംസ് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറിൻ കൺട്രീസിലുള്ള get into a contract with one or a few local manufacturers in foreign country to get certain components or goods produced as per specification. അതായത് ഔട്ട്സോഴ്സിങ് പോലെ ഫോറിൻ കൺട്രീസിൽ എന്താണ് ലോക്കൽ മാനുഫാക്ചേഴ്സുമായിട്ട് കോൺട്രാക്റ്റിൽ വരാണ്. അതിലെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട ആ ഒരു അവരുടെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചിട്ട് ഗുഡ്സ് കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ചെയ്യിച്ചെടുക്കുന്നതാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നതിന്. ദെൻ ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് വരുന്നുണ്ട്. ലൈസൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻ്റ് തന്നെയാണ്. അതായത് ഒരു ഫേമിൻ്റെ ടെക്നോളജി ആയിക്കോട്ടെ, ട്രേഡ് സീക്രട്ട്, പേറ്റൻറ്റ്, ഇതൊക്കെ യൂസ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്ന ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻ്റ് ആണ് ലൈസൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് എന്ത് ചെയ്യണം, ഒരു ഫീ പ്രൊവൈഡ് ചെയ്യണം. അതിന് റോയൽറ്റി എന്ന് പറയും. ദെൻ ആ ഒരു പെർമിഷൻ കൊടുക്കുന്ന ഫേമിനെ ലൈസൻസർ എന്നും, ആർക്കാണോ പെർമിഷൻ കിട്ടുന്നത് അതിനെ ലൈസൻസി എന്നും ആയിരിക്കും പറയാം. അതേസമയം ഫ്രാഞ്ചൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാൻഡിങ് പെർമിഷൻ ബൈ ദ പാരന്റ് കമ്പനി ടു അനദർ കമ്പനി ഇൻ എ ഫോറിൻ കൺട്രി ടു പ്രൊവൈഡ് സർവീസ് അണ്ടർ ഇറ്റ്സ് ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, പേറ്റൻറ്റ് ഫോർ എ ഫീ. അതായത് ഇപ്പോൾ KFCയുടെ തന്നെ നമുക്ക് ഫ്രാഞ്ചൈസിങ് പല ഇത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ലേ. അതായത് ആ പാരന്റ് കമ്പനിയുടെ പേരും ട്രേഡ് മാർക്കും പേറ്റൻ്റ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, അവർക്ക് അനദർ കമ്പനീസ് സെറ്റപ്പ് ചെയ്യാന്നുള്ളതാണ്. സോ ആ പെർമിഷൻ ഗ്രാൻഡ് ചെയ്യുന്ന ആൾ ഫ്രാഞ്ചൈസർ ആയിരിക്കും, പെർമിഷൻ കിട്ടുന്ന ആൾ ഫ്രാഞ്ചൈസി ആണ്, അതിന് ഫീസ് ഉണ്ടാകും. ദെൻ ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഉണ്ട്. ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ രണ്ടിലധികമോ ഇൻഡിപെൻഡൻറ്റ് ഫേംസ് ചേർന്ന് ഒരൊറ്റ ഫേമായിട്ട് റൺ ചെയ്യുന്നതാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ജോയിൻറ്റ് വെഞ്ചേഴ്സ്. ദെൻ ഹോളി ഓൺഡ് സബ്സിഡറീസ് ഉണ്ട്. ഹോളി ഓൺഡ് സബ്സിഡറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാരൻറ്റ് കമ്പനി ഒരു ഫോറിൻ കമ്പനിയിൽ 100% അവരുടെ മുഴുവനായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ്, അതിൻ്റെ ഫുൾ കൺട്രോൾ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഹോളി ഓൺഡ് സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത്. സോ ഈ രീതിയിലൊക്കെയാണ് നമുക്ക് എന്തിലേക്ക് ഏർപ്പെടാൻ സാധിക്കുന്നത്, മോഡ്സ് ഓഫ് എൻട്രി ടു ഇൻ്റർനാഷണൽ ബിസിനസ്. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്